ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. വചനം ദൈവമാണ്. വചനം മാംസമാകുമ്പോൾ ദൈവം പ്രായോഗിക ജീവിതത്തിൽ കലരുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവചനം കലർത്തപ്പെടണം. നമ്മുടെ വാക്കുകളും ചെയ്തികളും ആ വചനത്തോട് ചേർന്ന് നിൽക്കണം. ദൈവവചനമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒതുങ്ങി നിൽക്കുന്നൊരു യാഥാർത്ഥ്യമല്ല, മറിച്ച് അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ കലരുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ വാക്കുകളുടെയും ജീവിത രീതികളുടെയും ക്രമീകരണം വചനം നൽകുമെന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ദൈവവചനം എന്ന് പറയുന്നത് ഇന്നലെയുടെ ചരിത്രമല്ല, അത് നാളെയെക്കുറിച്ചുള്ള വാഗ്ദാനവുമല്ല. ഇന്ന് എപ്രകാരം ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ്. ഇന്നലകളില്ലാത്ത, നാളെയെക്കുറിച്ചുള്ള ആകുലതയില്ലാത്ത, ഇന്നിനെ സുഗമമാക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവവചനം. ദൈവവചനം പ്രായോഗികമായതാണ് യേശുക്രിസ്തു. അതിനാൽ പ്രായോഗികമായ തലത്തിൽ വചനത്തിന് നമ്മൾ ഓജസ് നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വാക്കുകളും ചെയ്തികളും ഈ വചനത്തോട് ചേർക്കപ്പെടണം. ദൈവവചനമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ ധ്യാനിച്ചു. പ്രഭാതത്തിൽ വീട്ടുമുറ്റത്ത് വന്നു പതിക്കുന്ന വർത്തമാന പത്രത്തിൽ പോലും ദൈവവചനമുണ്ട്. കാലഘട്ടത്തിൻ്റെ വ്യത്യസ്തതകളെ നാം വായിക്കുമ്പോൾ ദൈവവചനം രൂപപ്പെടും. എൻ്റെ സുഹൃത്തിൻ്റെ കണ്ണിനോട് ആത്മാർത്ഥത പുലർത്തുമ്പോൾ ദൈവവചനം രൂപപ്പെടും. നിഷേധാത്മകമായ സാഹചര്യങ്ങളോട് ക്രിയാത്മകമായി ഇടപെടുമ്പോൾ ദൈവവചനം രൂപപ്പെടും. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നാം ഇന്ന് സഞ്ചരിക്കുമ്പോൾ ഈ ദൈവവചനത്തിന് ജീവൻ കൊടുക്കാൻ ഞാൻ പ്രാപ്തനാണോ, പ്രാപ്തയാണോ? എൻ്റെ വചനവും എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ദൈവവചനത്തോട് രമ്യതപ്പെട്ട് നിൽക്കാൻ ഈ ദിനം കാരണമാകണം. സംശുദ്ധമായ മനോഭാവമുണ്ടാകണം. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് വർത്തമാനകാലത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനിച്ചെടുത്തത് ഇത് ഇന്നലെയുടെ ചരിത്രമല്ല, നാളെയെക്കുറിച്ചുള്ള വാഗ്ദാനവുമല്ല, ഇന്ന് എപ്രകാരം ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ട പാഠപുസ്തകമാണ്. It is presented in the present tense. ഇന്നലെയെ മറന്നു കളയേണ്ട, നാളെയെക്കുറിച്ച് ആകുലതകളില്ലാത്ത, സാധ്യതകൾ ഒരുക്കുന്ന നവ്യമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകാനുള്ള ക്ഷണം ദൈവവചനത്തിലൂടെ നാം കണ്ടെത്തണം. ദൈവവചനം നമ്മളിൽ ജീവൻ പ്രാപിക്കുന്നത് നമ്മുടെ ജീവിത രീതികളിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പാവപ്പെട്ടവൻ്റെ മുമ്പിൽ കരുതലായി നിന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വിശക്കുന്നവൻ്റെ മുമ്പിൽ അന്നമായി തീർന്നുവെങ്കിൽ,
ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മരണത്തിൻ്റെ മുമ്പിൽ ജീവനായി തീർന്നുവെങ്കിൽ ആ വചനത്തെ ആരൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുവോ അവരെല്ലാം അവനായിത്തീരാനുള്ളൊരു ക്ഷണമുണ്ട്. വചനമാണ് സത്യം. വാക്കിന് കരുത്താർന്ന ശക്തിയുണ്ട്. ഈ ശക്തിയെ ആരൊക്കെ ആത്മാർത്ഥമായി ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുന്നു തീർച്ചയായും അവർ ദൈവത്തോടു കൂടെയാണ്. ഈ ഒരു ചോദ്യമുണ്ട്, നിനക്കൊരു സുവിശേഷമാകാൻ പറ്റുമോ? അത് നിൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിലാവാം, അത് നിൻ്റെ മേലധികാരിയുടെ മുമ്പിലാവാം, അത് നിൻ്റെ സഹപ്രവർത്തകൻ്റെ മുമ്പിലാവാം, അത് നിൻ്റെ സുഹൃത്തിൻ്റെ മുമ്പിലാവാം, അത് നീ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ സാഹചര്യത്തിൻ്റെ മുമ്പിലാവാം. ദൈവവചനമെന്നത് അതിൽ തന്നെ നിർജീവമല്ല. അങ്ങനെ പറഞ്ഞാൽ ദൈവവചനം ജീവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അത് പുസ്തകത്തിൻ്റെ ഏടുകളിൽ ഒളിയിരിക്കുന്ന യാഥാർത്ഥ്യമല്ല. ദൈവവചനമെന്ന അക്ഷരക്കൂട്ടുകളെ ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് ചേർത്ത് വയ്ക്കുക എന്നതാണ്. മനസ്സും ശരീരവുമൊക്കെ ദൈവവചനത്തോട് രമ്യതപ്പെടുമ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ യോഗ്യത ലഭിക്കൂ. വചനത്തിൻ്റെ മുമ്പിൽ ജീവിതം സജ്ജമാക്കിയവളെ വിളിച്ച പേരാണ് പരിശുദ്ധ കന്യകാമറിയം. തൻ്റെ ജീവിതം വചനത്തിനായി സമർപ്പിച്ചപ്പോൾ തന്നിലൂടെ വചനം മാംസമായി തീർന്നു. അത് ലോകചരിത്രത്തിൻ്റെ തന്നെ വിഭജനമായി ഭവിച്ചു. ദൈവവചനത്തിൻ്റെ ഓജസ് അവളിലേക്ക് കടന്നു വന്ന് അത് ലോകരക്ഷകനായി ഭവിക്കുകയും ചെയ്തു. ആരൊക്കെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പണം ചെയ്യുന്നുവോ അവരൊക്കെ വചനം മാംസമാക്കാൻ പ്രാപ്തരായി മാറും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും വചനം നമ്മുടെ കൈകളിലെടുക്കുമ്പോൾ എത്രമാത്രം വചനത്തിന് ഞാൻ ജീവൻ കൊടുത്തിട്ടുണ്ട് എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ദൈവവചനം എന്നത് വായിച്ചു മടക്കേണ്ട ഒരു പുസ്തകമല്ല. ദൈവവചനമെന്നത് ജീവിതത്തിൽ പകർത്തേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒതുങ്ങിപ്പോകരുത് എന്ന് പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിൽ നിന്ന് ആഴങ്ങളിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ ഛായയെ ജീവിതത്തിൽ പകർത്തിയെഴുതാൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഞാൻ എത്രമാത്രം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്? പ്രായോഗിക ജീവിതത്തിൽ കലരാത്തതൊന്നും ആത്മീയതയല്ല എന്ന് പറയാറുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ കലർന്നു പോകുന്നതാണ് യഥാർത്ഥമായ ആത്മീയത. എന്ന് പറഞ്ഞാൽ ദൈവം പ്രായോഗികമായതാണ് കർത്താവായ യേശുക്രിസ്തു. വചനമാകുന്ന തമ്പുരാൻ പ്രായോഗികമായത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അപ്രാപ്യമായ ഒന്നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് തിരിച്ചറിയാനും തൊടാനും അനുഭവിക്കാനും
ഭക്ഷിക്കാനും സാധ്യതയൊരുക്കിയ വചനമായി ക്രിസ്തു മാറിയെങ്കിൽ എൻ്റെ തലങ്ങൾക്ക് വ്യത്യസ്തത സംഭവിക്കാൻ വചനം എന്നോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എൻ്റെ തലങ്ങളെ വ്യത്യസ്തമാക്കാൻ വചനം എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. വചനത്തിൻ്റെ കരുത്തും കരുതലും ക്രിയാത്മകമായി സ്വീകരിച്ച് വിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകാൻ ഈ ക്ഷണം നമുക്ക് വിശ്വാലമാക്കാം. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ചേർന്ന് നടക്കുന്ന അനുഭവങ്ങളിലും വചനത്തിന് ജീവൻ കൊടുക്കാൻ ഞാൻ പ്രാപ്തനാകണം, പ്രാപ്തയാവണം. ലോകചരിത്രത്തെ രണ്ടായി വിഭജിച്ച യാഥാർത്ഥ്യം ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 38-ാം തിരുവചനത്തിൽ നമ്മൾ കാണും. പരിശുദ്ധ കന്യകാമറിയം വചനത്തെ സ്വീകരിച്ച മാത്രയിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണത്. ലോകചരിത്രം തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടു. ആരൊക്കെ യഥാർത്ഥത്തിൽ വചനം സ്വീകരിക്കുന്നുവോ അവിടെ ഒരു വിഭജനം സംഭവിക്കുന്നുണ്ട്. ഇന്നലകളിൽ നിന്ന് ഇന്നിലേക്കുള്ള വിഭജനം, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള വിഭജനം, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വിഭജനം. ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നാം കാണുക. ദൈവവചനം എന്ന് പറയുന്നത് അനുസരിക്കാനുള്ളതാണ്. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ അമ്മയായി തീരാനുള്ള കാരണം ദൈവവചനത്തെ അനുസരിച്ചതുകൊണ്ടാണ്. പിതാവായ അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവായി തീരാനുള്ള കാരണം ദൈവവചനത്തെ അനുസരിച്ചതുകൊണ്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ രൂപപ്പെട്ടു വരുന്ന മോശ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് മാറിയത് ദൈവവചനം സ്വീകരിച്ചതുകൊണ്ടാണ്. പരാജയങ്ങളിൽ ആസ്വാദനം സ്വീകരിച്ച് അവരൻ്റെ സാധ്യതകളെ കവർച്ച ചെയ്ത് ജീവിച്ച സക്കേവൂസിന് മാനസാന്തരമുണ്ടായത് ദൈവവചനം സ്വീകരിച്ചതുകൊണ്ടാണ്. 11-ാം മണിക്കൂറിൽ കുരിശിൽ കിടന്നുകൊണ്ട് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ കള്ളനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് അവനെ അംഗീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. എവിടെയൊക്കെ ദൈവവചനത്തിന് അംഗീകാരം കൊടുക്കാൻ സാധിക്കുന്നുവോ അവിടെയൊക്കെ നാം അറിയാതെ സ്വർഗത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രക്ഷയുടെയും സാധ്യത തെളിഞ്ഞു വരും. അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് മാറുകയാണ്, ബോധ്യത്തിൻ്റെ പിതാവായിട്ട് മാറുകയാണ്. അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് മാറിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാം ദൈവത്തിൽ നിക്ഷിപ്തമായി നിലകൊള്ളുന്നു എന്നുള്ള തിരിച്ചറിവിനാൽ, അവിടുന്ന് സർവശക്തനാണ്, സർവത്തിൻ്റെയും നാഥനും താതനുമാണ് എന്ന തിരിച്ചറിവ് അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവാക്കി മാറ്റി. അവൻ്റെ വചനത്തെ ആത്മാർത്ഥമായി അനുസരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകടമായ വസ്തുക്കളിലല്ല ആന്തരിക തലങ്ങളിലാണ് ബലി രൂപപ്പെടേണ്ടതെന്ന തിരിച്ചറിവ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ
പ്രസരിപ്പിക്കാൻ സാധിച്ചു. വചനമെന്നത് ജീവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. വായിക്കുകയും മനനം ചെയ്യുകയും ധ്യാനം ചെയ്ത് അതിനെ പ്രായോഗിക ജീവിതത്തിൽ കലർത്തുകയും ചെയ്യുമ്പോൾ ക്രിസ്തു എന്ന യാഥാർത്ഥ്യം വീണ്ടും ജനിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ക്രിയാത്മകമായി നിർവഹിച്ച് പീഡാസഹനവേളകളിൽ തമ്പുരാൻ്റെ ഹിതമന്വേഷിച്ച് അവസാനം മരണം വരിച്ച് ഉത്ഥിതനായി സ്വർഗാരൂപിതനായി തീർന്നവൻ മാത്രമല്ല ക്രിസ്തു, മറിച്ച് ഇന്ന് ഈ വർത്തമാനകാലത്തിൽ ഞാൻ എപ്പോഴൊക്കെ വചനത്തെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ ക്രിസ്തു എൻ്റെ ജീവിതത്തിലൂടെ പുനർജന്മം പ്രാപിക്കുന്നുണ്ട്. ഈ പുനർജന്മം പ്രാപിക്കാൻ ഞാൻ എത്രമാത്രം എന്നെ തന്നെ സജ്ജമാക്കുന്നുണ്ട്. അവൻ്റെ വചനത്തോടുള്ള ക്രിയാത്മകമായ ഒത്തുചേരലാണ് എന്നെ അവന് ജന്മം കൊടുക്കാൻ പ്രാപ്തനാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുന്നുണ്ടോ? ക്രിസ്തു എല്ലാവർക്കും സംലഭ്യനാകുന്ന യാഥാർത്ഥ്യമാണ്. അവൻ ഒരു കാലഘട്ടത്തിലോ ഒരു കൂട്ടത്തിലോ ഒരു വ്യക്തിയിലോ ഒരു സമൂഹത്തിലോ ഒതുങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യമല്ല. അവിടുന്ന് കാലാതീതമായ യാഥാർത്ഥ്യമാണ്. ഈ കാലാതീതമായ യാഥാർത്ഥ്യം ഇന്നും എന്നോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്നത് വചനത്തോട് ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയിലൂടെയാണ്. എത്രമാത്രം ഞാൻ വചനത്തോടടുക്കുന്നു അത്രമാത്രം ഞാൻ ദൈവത്തോടടുക്കുന്നു, ക്രിസ്തുവിനോടടുക്കുന്നു. ഈ വചനത്തെ എൻ്റെ ജീവിതത്തിലൂടെ മാംസം കൊടുത്ത് പരിപോഷിപ്പിക്കുക എന്നത് എൻ്റെ ആത്മീയമായ ഉത്തരവാദിത്വമാണ്. ഈ ആത്മീയമായ ഉത്തരവാദിത്വത്തിന് ഒരിക്കലും ക്ഷണനമുണ്ടാകരുത്. അതൊരിക്കലും നശിച്ചു പോകരുത്. എന്നാൽ ക്ഷണനമില്ലാത്ത ക്ഷണമാണ് വചനം തരുന്നത് എന്ന തിരിച്ചറിവുണ്ടാവണം. അതായത് ക്ഷയമില്ലാത്ത, നശിച്ചു പോകാത്ത, സ്ഥായിയായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ദൈവവചനം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. നമ്മുടെ വചനങ്ങളെ സംശുദ്ധമാക്കുക എന്നതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്ഷണം. ജീവിത പങ്കാളിയുടെ മിഴികളിലേക്ക് നോക്കിയിട്ട് സാരമില്ല, പോട്ടെ, അത് ആത്മാർത്ഥതയോടുകൂടി എൻ്റെ കുഞ്ഞെ നീ പറയുമ്പോൾ അത് ദൈവവചനമാണ്. വീണ്ടും ആത്മാർത്ഥതയോടുകൂടെ സുഹൃത്തിൻ്റെ തോളോട് ചേർന്ന് അവനെ ഒന്ന് ആലിംഗനം ചെയ്ത് കണ്ണിലേക്ക് നോക്കി, സാരമില്ലടാ, പോട്ടെ, ഈ ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നുമില്ല, എല്ലാം നന്മയായിത്തീരുമെന്ന് പറയുന്ന നിമിഷത്തിൽ വചനം രൂപപ്പെടുകയാണ്. ഈ ഒരു വചനത്തിൻ്റെ ക്ഷണം
പ്രായോഗിക ജീവിതത്തിലുണ്ടാകട്ടെ. എല്ലാവരിലും നന്മ കണ്ട് നന്മ മാത്രം ചെയ്യാനുള്ള ക്ഷണമാണ് വചനം തരിക. തന്നെ കുത്തി നോവിച്ചവരോട് പോലും ഇവർ ചെയ്യുന്നതെന്താണെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഗുരുനാഥനെ അനുധാവനം ചെയ്യുന്ന ഞാനും നീയും ജീവിതത്തിൽ ഈ വാക്കുകൾ ആവർത്തിക്കണ്ടേ? ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടല്ല ഇത് ആവർത്തിക്കേണ്ടത്, ജീവിതം കൊണ്ട് ആവർത്തിക്കണം. മനസ്സും ശരീരവും വിചാരവും വികാരങ്ങളുമൊക്കെ അതിനുവേണ്ടി സജ്ജമാക്കപ്പെടണം. എൻ്റെ മിഴികൾ കുറച്ചുകൂടി കരുണാർദ്രമാകണം. എൻ്റെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി വിട്ടുവീഴ്ചയുള്ളതാവണം. വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവണം. ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്നത് മറ്റെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതിന് തുല്യമായേക്കാം. ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ മറ്റു ശരികളെ അംഗീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുക: ദൈവവചനം എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ, എന്തിന് പ്രഭാതത്തിൽ വീട്ടുമുറ്റത്ത് വന്നു പതിക്കുന്ന വർത്തമാന പത്രത്തിൽ പോലും ദൈവവചനത്തിൻ്റെ ഗന്ധമുണ്ട്. ഇന്നലെ മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവനും ഇന്നലെ വ്യത്യസ്തമായ കാര്യങ്ങളാൽ ബന്ധിതമാക്കപ്പെട്ടവനും ഇന്നലെ നിരാശയുടെ പാതയിൽ സഞ്ചരിച്ചവനും ഇന്നലെ മാധ്യമത്താൽ വേട്ടയാടപ്പെട്ടവനും വ്യത്യസ്തമായി ദൈവവചനം തരുന്നുണ്ട്. ഇന്നലെയുടെ പരാജയം നാളെയുടെ വിജയത്തിനു വേണ്ടിയാണെന്നുള്ള പ്രതിധ്വനി ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് പരാജയങ്ങളെ നോക്കി വിജയത്തിലേക്ക് ഗമിക്കാൻ നമുക്ക് സാധിക്കണം. നിന്റെ പരാജയങ്ങളോട് പോലും നിനക്ക് കടപ്പാടുണ്ടാവണം. കാരണം വിജയത്തേക്കാൾ കൂടുതൽ നീ പഠിച്ചിട്ടുള്ളത് പരാജയത്തിൽ നിന്നാണ്. പരാജയം ഒരു പാഠപുസ്തകമാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്ന് ദൈവവചനത്തിൻ്റെ ഗന്ധം ഉൾക്കൊണ്ട്, ദൈവവചനമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യമല്ല എന്ന തിരിച്ചറിവോടുകൂടെ ഏറ്റുവാങ്ങിയ പരാജയവും വീണുപോയ സാഹചര്യങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തമായ ദൈവവചനം എനിക്ക് തന്നിട്ടുണ്ട്. ശുഭമായ അനുഗ്രഹത്താൽ നന്മ നിറഞ്ഞ വാക്കുകളാൽ ഈ ദിനം സുന്ദരമായി ഭവിക്കട്ടെ.